ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യം ഒരു വീഡിയോ ഉണ്ട് നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, കുറച്ച് പേർക്കൊക്കെ ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ആവണി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ആവൂസ് എന്ന് വിളിക്കും. കുഞ്ഞുനാൾ തൊട്ടേ ഒരു സാധാരണ കുടുംബത്തിൽ നോർമലായിട്ടുള്ളൊരു അച്ഛനും അമ്മയ്ക്കും സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ് ആവൂസ് അല്ലെങ്കിൽ ആവണി എന്ന് പറയുന്നത്. കുഞ്ഞുനാൾ തൊട്ട് ഡാൻസിലും പാട്ടിലും അഭിനയത്തിലും കോമഡി സ്കിറ്റിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആവണി. അപ്പോൾ ഈ പെൺകുട്ടി റെഡ് കാർപ്പറ്റ്, അതുപോലെ തന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി, ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത് കഴിവ് തെളിയിച്ചിട്ട് അഭിനന്ദനങ്ങൾ വാരിക്കൂട്ടിയൊരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരത്തേക്ക് ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബ് അക്കൗണ്ടൊക്കെ ഉണ്ട്. വീട്ടുകാരെ ഫുള്ള് സപ്പോർട്ടാണ് ഈ മോക്ക്. അപ്പോൾ റീസെൻ്റായിട്ട് ഒരു 1 വീക്ക് മുന്നേ ആവണിക്കുട്ടി ഒരു പാട്ട് പാടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞാനവിടെ കേൾപ്പിക്കും. ഇളവേലു തഴുകീരുമുക്കുളമിതൽ നീട്ടി ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചാർത്തി. ഇളവേലു തഴുകീരുമുക്കുളമിതൽ നീട്ടി ഇതളുകളിൽ നിറകതിരു തൊടുകുറികൾ ചാർത്തി. ചന്ദനമണിപ്പടിയിലുണ്ണി മലരാടി ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ. ചന്ദനമണിപ്പടിയിലുണ്ണി മലരാടി ചഞ്ചലിത പാദമിരു ചാരുതകൾ പോലെ. താനേ ചിരിക്കും താരങ്ങൾ പോലെ മണ്ണിന്റെ മാറിൽ മാൻതളിരു പോലെ മാറും മൃദുശോഭകളെ ഭൂമി വരവേൽക്കയായി പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിർന്നു. അപ്പോൾ ഈ മോളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഈ പെൺകുട്ടീനെ അറിയാവുന്ന ആൾക്കാർക്കും അറിയാം ഇത് ആവണി എന്ന് പറയുന്ന മോള് പാടിയ പാട്ട് തന്നെയാണ്. പക്ഷേ ഈ പാട്ടിൻ്റെ ഒരു റീലിൻ്റെ താഴെ ഈ പാട്ടിൻ്റെ റീലിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരികയാണ്. നീ ഇത് പാടിയതല്ല, നിൻ്റെ വോയിസ് അല്ല ഇത്, നീ വേറെ ഏതോ ഒരു പെൺകുട്ടി പാടിയ പാട്ടെടുത്ത് ലിപ്സിങ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്. ഒരു കൊച്ചു പെൺകുട്ടീനെയാണ് ഈ ഡീഗ്രേഡ് ചെയ്യുന്ന ആലോചിക്കണം. അപ്പോൾ ആ കമൻറ്റ് ഞാനിവിടെ കാണിക്കാം. എല്ലാ കമൻറ്റും കാണിക്കാൻ പറ്റില്ല, ഒരു കമൻറ്റ് ഞാനിവിടെ കാണിക്കാം. ഒരു ബിനിൽ കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി, അയാൾക്കും ഉണ്ടാവും ചിലപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള മകൾ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വളർന്നു വരുന്ന കഴിവുള്ള കുഞ്ഞു കലാകാരികളെ ആയാലും കലാകാരന്മാരെ ആയാലും നിങ്ങൾക്ക് അഭിനന്ദിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്ദിക്കരുത് അല്ലെങ്കിൽ പുച്ഛിക്കരുത്. ആ പെൺകുട്ടീനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇത് ആ മോള് പാടിയ പാട്ട് തന്നെയാണ്. നിങ്ങൾക്ക് റീൽ കണ്ടാൽ മനസ്സിലാവും. ആ പെൺകുട്ടി റെക്കോർഡ് ചെയ്യുന്നത് വേറൊരു ഫോണിൽ, അതുപോലെ തന്നെ ആ റീൽ ഷൂട്ട് ചെയ്യുന്നത് വേറൊരു ഫോണിൽ. അപ്പോൾ ചെറിയൊരു 0.1 സെക്കൻഡിൻ്റെയോ 2 സെക്കൻഡിൻ്റെ എങ്ങാനും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു മിസ്മാച്ച് പോലെ നമുക്ക് തോന്നുന്നത്. പക്ഷേ ആ പെൺകുട്ടീനെ അറിയുന്ന, ആ പെൺകുട്ടീൻ്റെ ഫോളോ ചെയ്യുന്ന, ആ പെൺകുട്ടീൻ്റെ പ്രോഗ്രാംസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഇത് ആ മോള് പാടിയ പാട്ട് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും കൺഗ്രാറ്റ്സ് മോളെ. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ പോയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക. വളർന്നു വരുന്നൊരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിനെയാണ് നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ കുട്ടിക്ക് ഫീൽ ആയതുകൊണ്ട് തന്നെ അവൾ ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൂടി ഞാൻ കാണിക്കാം.
കണ്ടല്ലോ. ആ മോള് വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ പാട്ട് കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഇത് ഞാൻ പാടിയതല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി. അപ്പോൾ ആ കുഞ്ഞു മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ദയവേത് ഇതുപോലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ഇതുപോലുള്ള വൃത്തികെട്ട കമൻറ്റ്സ് ഇടാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് അടിച്ച് പോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, ഒരു ഡിസ്ലൈക്ക് അടിച്ചാലും കുഴപ്പമില്ല. ഇതുപോലെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് കുഞ്ഞു മക്കളുടെ മനസ്സ് നോവിക്കരുത്.